2004 ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ആ സിനിമ എല്ലാവർക്കും അറിയാം, സുപരിചിതമാണ്. ഹോളിവുഡിൽ നിന്നും തയ്യാറാക്കിയ ഒരു ചിത്രമാണ്. ലോകം എല്ലായിടത്തും തന്നെ അത് പ്രദർശിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് അതിൻ്റെ പ്രദർശനം കാണുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി. അതിൽ യേശുക്രിസ്തുവിനെ പലതരത്തിൽ പീഡനങ്ങൾ നേരിടുന്ന ഭാഗമുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞതും ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ആ ഭാഗം എന്ന് പറയുന്നത് പീലാത്തോസിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. എന്നാൽ യഹൂദ പ്രമാണികളുടെയും പുരോഹിത പ്രമാണികളുടെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പറയുകയാണ്, കുറ്റം ഒന്നും ഞാൻ കണ്ടില്ല, എങ്കിലും ഇയാളെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചിട്ട് ഞാൻ വിട്ടേക്കാം എന്ന് പറയുന്നു. കുറ്റം ചെയ്യാത്ത ആളിനെ ചമ്മട്ടി അടിക്ക് വിധേയനാക്കുന്നു. ആ ചമ്മട്ടി അടിക്കുന്ന രംഗമെന്ന് പറയുന്നത് ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ്. കാരണം ഒന്നോ രണ്ടോ അല്ല, എണ്ണമില്ലാത്ത രീതിയിൽ അടിക്കുന്നു. കാരണം അടിക്കാൻ ഏൽപ്പിച്ച ആളുകൾ യഥാർത്ഥത്തിൽ പട്ടാളക്കാരാണ് എന്ന് തോന്നുന്നില്ല. ശരിക്കും ആ കൃത്യം നിർവഹിക്കേണ്ടിയിരുന്ന പട്ടാളക്കാർ മാറിയിരുന്ന് അവർ പകിട കളിക്കുകയാണ്. അവർ ഇൻഡിഫറൻ്റാണ്. അവിടെ എന്ത് നടന്നാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന് പകരം ചമ്മട്ടിയടി എന്ന ആ കൃത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് ഒരുപക്ഷെ അവരുടെ സിൽബന്ദികളായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളിപ്പോൾ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്ന പോലെ വേറെ ആരെയോ ഏൽപ്പിച്ചു ആ കൃത്യം അവർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മനുഷ്യനെ ഒരു തൂണിൽ, ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ടിട്ട് ശരീരം മുഴുവനും അടിക്കുന്നു. മേൽവസ്ത്രം ഊരിയതിന് ശേഷമാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ തവണയും ചമ്മട്ടി എന്ന് പറയുന്നത് ഇരുമ്പ് കഷ്ണങ്ങളാണ്. അതിൻ്റെ അറ്റത്ത് തുകൽ വാറിൽ ഇരുമ്പ് കഷ്ണങ്ങൾ കിട്ടിയതാണ്. അപ്പം ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു രംഗമാണത്. അത് കണ്ടിട്ടും ഇവർ പട്ടാളക്കാരത് ശ്രദ്ധിക്കുന്നില്ല. എത്ര അടിയാണ് അടിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടി അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബോധരഹിതനായിട്ട് ആൾ വീഴുന്നു എന്നുള്ള ഘട്ടം എത്തിയപ്പോഴാണ് അവർ നിർത്തുന്നത്. അതിനുശേഷമാണ് കുരിശുമരണത്തിന് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രംഗം ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമാണ്. ആർക്കും മറക്കാനാവത്തില്ല. പിന്നീട് ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് തിയേറ്ററിൽ ഒരു കസേര പോലും ഇല്ല, ഒഴിവില്ല. അത്രയ്ക്ക് ഫുള്ളായിരുന്നു, ഫുൾ ഹൗസായിരുന്നു. അനേകം വൈദികരുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്തു വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഓഡിയൻസിൽ മുഴുവനും. ഒരു സൂചി വീണാൽ പോലും കേൾക്കാവുന്ന രീതിയിലുള്ള നിശബ്ദത. ആ നിശബ്ദതയുടെ കാരണം ഈ മാതിരിയുള്ള രംഗങ്ങൾ കണ്ടു നിൽക്കാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല. പിന്നീട് ലൈറ്റ് തെളിഞ്ഞ് സിനിമയുടെ അവസാനം വന്നപ്പോൾ, ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഒത്തിരി വൈദികർ കരയുന്നത് ഞാൻ കണ്ടു. വൈദികർ മാത്രമല്ല, അല്ലാതെയുള്ള ആളുകളും കരഞ്ഞു പോകും. സാധാരണ മനുഷ്യൻ ആണെങ്കിൽ കരഞ്ഞു പോകും. അന്ന് ആ ചലച്ചിത്രം കണ്ടുകൊണ്ടിരുന്നവരിൽ അന്നത്തെ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായ സൂസപാക്യ തിരുമേനിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ഈ ചലച്ചിത്രം നിർവികാരതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു അനുഭവം എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത ഒരു രംഗമായിട്ട് അത് അവശേഷിക്കുന്നു.